രണ്ടെണ്ണത്തിനെ നമ്മൾ പഠിച്ചത്. ABAS 10B, അഭിജിത്ത്, വന്നിട്ടില്ല. അഭിരാജ്, അബിയെ ഉണ്ട്. അബി ലാസ്റ്റ് 2 ക്ലാസ്സിൽ വന്നില്ലല്ലോ. അബി ഓക്കെ ഓക്കെ. അപ്പോൾ അബിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അബി എന്നിട്ട് നോട്ട്സ് എന്തെങ്കിലും എഴുതിയോ? ഇല്ലല്ലോ. അഥർവിനോട് ചോദിക്കാം. അഥർവേ, അഥർ കിട്ടില്ല. ആകാശ്, അമല, അനുജിത്ത്, ആരോമൽ, അസ്ന, ആനന്ദ്. ആരോമലുണ്ട്. ഓക്കെ. ആരോമൽ നമ്മൾ ഇതുവരെ നേരത്തെ പഠിച്ചത് രണ്ടെണ്ണം പഠിച്ചു. നമ്മൾ 2 ചാലകങ്ങൾ പഠിച്ചു. 2 ഷേപ്പിലുള്ള ചാലകങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത്. ഇപ്പോൾ ടീച്ചർ കാണിച്ച വീഡിയോയിൽ അത് രണ്ടും പറയുന്നുണ്ടായിരുന്നു. ഏതൊക്കെ 2 ചാലകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ച് നിർത്തിയത്? ഏതൊക്കെ ഷേപ്പിലുള്ളവരാണ് പഠിച്ച് നിർത്തിയത്? ഒരു ചാലകം, ആദ്യത്തെ ചാലകം ഏത് ഷേപ്പിലാണ് നമ്മൾ വെച്ചിരുന്നത്? ഓർമ്മയില്ല? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറഞ്ഞോളൂ. ഏതൊക്കെ ഷേപ്പിലുള്ള ചാലകങ്ങൾ നമ്മൾ പഠിച്ചു നിർത്തിയെന്ന്? വെരി ഗുഡ്. ആരായിരുന്നു പറഞ്ഞ ആളുടെ പേരെന്തായിരുന്നു? സെൽമയാണ്. ഓക്കെ, വെരി ഗുഡ് സെൽമ. നിവർന്ന ചാലകവും അല്ലേ, ഇങ്ങനെയുള്ള ഒരു ചാലകം, ഒരു നിവർന്ന ഷേപ്പിലുള്ള ചാലകം. ഇതിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം അത് വൃത്താകൃതിയിലാണ്. അതിൻ്റെ ഷേപ്പ് വൃത്താകൃതിയിലാണ്. അതിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ നമ്മളൊരു നിയമം കൂടി പഠിച്ചിരുന്നു. അസ്നാനന്ദ്, അസ്നയില്ല. അശ്വിന്ദർ, എത്തിയില്ലേ? ബിജീഷ് ബാബു. നമ്മളതിനകത്ത് ഒരു നിയമം കൂടി പഠിച്ചിരുന്നല്ലോ. ഏതാണ് ആ നിയമം? ദിശ കണ്ടുപിടിക്കാൻ ഒരു നിയമം പഠിച്ചിരുന്നല്ലോ. അസ്നാനത്ത് ക്ലാസ്സിലുണ്ടല്ലോ, എന്നിട്ട് മിണ്ടാത്തതിൻ്റെ ഓർമ്മയില്ല ബിജീഷിന്. ഗോപികയ്ക്ക് ഓർമ്മയുണ്ടോ? ഗോപിക, ഹരിറാം, ഏതാ നമ്മളുടെ നിയമം പഠിച്ചത് മോനെ? ദിശ കാന്തികം ഏതാണ്? കേട്ടില്ല. യെസ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ്, മാക്സ്വെല്ലിന്റെ വലതു കൈ പെരുവിരൽ നിയമം നമ്മൾ പഠിച്ചു അല്ലേ? വലതു കൈയിൽ നമ്മൾ കണ്ടക്ടർ പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ കറണ്ട് ഏത് ദിശയിലാണോ ആ ദിശയിലായിരിക്കും നമ്മുടെ പെരുവിരൽ. മറ്റ് 4 വിരലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. അപ്പം കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ്, ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ്, ഇവിടെ ഇങ്ങോട്ടാണ്, ഇവിടെ ഇങ്ങോട്ടാണ് അല്ലേ? അങ്ങനെ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ മറ്റ് 4 വിരലുകൾ സൂചിപ്പിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ നിവർന്ന ചാലകത്തെ നിന്ന് വളച്ച് വൃത്താകൃതിയിലാക്കുമ്പോൾ കാന്തിക മണ്ഡലം എങ്ങനെയാണെന്നും അതിൻ്റെ ദിശ അടയാളപ്പെടുത്താനും പഠിച്ചത്. അതിപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. അവിടെ നമ്മൾ മാക്സ്വെല്ലിൻ്റെ പെരുവിരൽ നിയമം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി അടുത്തത് 3ാമത്തെ ഷേപ്പ്. ഇപ്പോൾ 1 നിവർന്ന ചാലകം, 2 വർത്തുള ചാലകം, വൃത്താകൃതിയിലുള്ള ചാലകം. ഇനി ഇതിനെ തന്നെ, ഇതിപ്പോൾ ഒറ്റ ടേണേ ഉള്ളൂ അല്ലേ? ഇനി ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിരവധി ടേണുകൾ, നിരവധി ചുറ്റുകളാക്കി മാറ്റുന്നു. എന്നിട്ടൊരു സിലിണ്ടറിനകത്ത് ചുറ്റിയെടുക്കുന്നു. ഇപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പേനയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു PVC പൈപ്പിനകത്തോ നമുക്ക് ഇഷ്ടമുള്ളതിനകത്തൊന്ന് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഉണ്ടോ? ഈ ഷേപ്പ് നമുക്ക് പരിചയമുള്ള ഷേപ്പാണ്. നമ്മൾ ഇതിന് മുന്നേ 8ാം ക്ലാസ് നമ്മൾ പഠിച്ചാണ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്, വൈദ്യുതകാന്തമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പ് കമ്പിൽ നമ്മൾ കോപ്പർ വയർ ചുറ്റിയെടുത്തു എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഷേപ്പ് തന്നെയാണ് നമുക്ക് അന്നേരം കിട്ടിയിരിക്കുന്നത്. ഈ ഷേപ്പ് അങ്ങനെ ഒരു പരിചയമുണ്ടല്ലോ. സർപ്പിൾ ആകൃതിയെ നമ്മൾ പറയാം, ഹെലിക്സ് ഷേപ്പ്. സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കമ്പിച്ചിട്ട്
ഇത് നമ്മൾക്കൊരു പുതിയ പേരിടുകയാണ്. ഇതിൻ്റെ പേരാണ് സോളിനോയിഡ്. ഓക്കെ, സർപ്പിളാകൃതി ചുറ്റിയെടുത്ത കമ്പിച്ചുറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ പുതിയ സംഭവമൊന്നുമല്ല, സാധാരണ ഒരു കമ്പിച്ചുറ്റ് തന്നെയാണ്. ഈ ഷേപ്പിൽ ചുറ്റിയെടുക്കുമ്പോൾ നമ്മളതിനെ സോളിനോയിഡ് എന്ന് വിളിക്കുന്നുണ്ട്. ചെമ്പ് കമ്പി ചുറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ അതിന് ചുറ്റും എന്തുണ്ടാകും? ജിഷൻ? മോനെ, ഈ കറണ്ട് കടത്തിവിടുന്ന ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കടത്തിവിടുന്നു. അപ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകും? കാന്തിക ശക്തി ഉണ്ടാവും. അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും അല്ലേ? ഓക്കെ, ദെൻ ജിഷ്ണു നയന രാജീവൻ മോളെ. എന്നിട്ട് നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് മോളെ? ഇതിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ആ കാന്തിക മണ്ഡലത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം? യെസ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ അറിയാൻ പഠിക്കണം. പിന്നെ നമ്മൾ വരയ്ക്കണമെങ്കിൽ ദിശ മാത്രം പോരല്ലോ, നമ്മൾ ആദ്യം അതിന്റെ ഷേപ്പ് വരയ്ക്കട്ടെ. ഷേപ്പ് വരച്ചിട്ടാണല്ലോ ദിശ അടയാളപ്പെടുത്തുക അല്ലേ? അപ്പൊ എന്തൊക്കെ അറിയണം നമ്മള്? കറണ്ട് ദിശ അറിയുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ ഷേപ്പ് അറിയണം. നമുക്ക് വരയ്ക്കണ്ടേ ആദ്യം? ഏത് ഷേപ്പിലാണ് വരയ്ക്കുന്നത് നമ്മൾ അറിയണ്ടേ? അപ്പം ആദ്യം നമ്മൾ കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി എങ്ങനെയാണെന്ന് അറിയണം. എങ്ങനെയാണത് വരയ്ക്കേണ്ടത്? നമ്മൾക്കറിയാം, നമ്മൾ നിവർന്ന ചാലകമായപ്പോൾ വൃത്താകൃതിയിൽ വരച്ചു. വർത്തുള ചലനമായപ്പോൾ വൃത്താകൃതി മാറി, നടുക്കൂട്ട് വന്നപ്പോൾ അതിന് ഷേപ്പ് എന്തായി? സ്ട്രെയിറ്റ് ലൈൻ പോലെയായി. അതേപോലെ സോളിനോയിഡിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ ആദ്യം ഇതിന് ചുറ്റും എങ്ങനെ ഏത് ഷേപ്പിലാണ് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതെന്ന് അറിയണം. പിന്നീട് അതിൻ്റെ ദിശ അടയാളപ്പെടുത്താനും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ആദ്യം ഏത് ഷേപ്പാണെന്ന് അറിയണം. ഏത് ഷേപ്പാണെന്ന് അറിയാൻ എന്താ മാർഗമുള്ളത് നമുക്ക്? നിദ്രയില്ല. നിഖിൽ യു അല്ലേ ഉള്ളത്? നിഖിൽ ആറില്ലല്ലോ അല്ലേ? നിഖിൽ യു, നമുക്ക് ഇതിനകത്ത് ഈ ദിശ ആകൃതി അറിയാൻ എന്താ മാർഗമുള്ളത്? ഇതിലൂടെ കറണ്ട് കടത്തിവിട്ട് ഞാനൊന്ന് പറഞ്ഞു നമ്മളിത് എങ്ങനെയാണ് അറിയാതെ, വെറുതെ അങ്ങ് വരയ്ക്കുമല്ല നമുക്കത് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. എന്തായിരുന്നു മാർഗം എന്ന് നല്ല ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്ക് ഇതിന് ചുറ്റുമുള്ളൊരു കാന്തിക മണ്ഡലത്തിന് ഷേപ്പ് കണ്ടുപിടിക്കാൻ എന്താ മാർഗം എന്ന്? യെസ്, അത്രേ ഉള്ളൂ. അതിന് ചുറ്റും കുറച്ച് ഇരുമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇരുമ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണോ അറേഞ്ച് ചെയ്യപ്പെടുന്നത് അതാണ് ഇവിടുത്തെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ +1 +2 ഒക്കെ എത്തുമ്പോൾ സയൻസാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഷേപ്പ് വരയ്ക്കും. അത് ഇരുമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇരുമ്പ് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് വേഗമായിട്ടൊരു ഷേപ്പ് കിട്ടും, ഉറപ്പാണ്. ബട്ട് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമുക്ക് കോമ്പസ് നീഡിൽ വെച്ചിട്ട് നമുക്ക് ഓരോ പോയിന്റും മാർക്ക് ചെയ്ത് തന്നെ വരച്ച് കണ്ടുപിടിക്കും. കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് വരച്ച് പഠിക്കാൻ പറ്റും. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഹയർ ക്ലാസ്സിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ ഇരുമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പ് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ തൽക്കാലം കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പ് നമ്മളങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടു എന്നുള്ള രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണ്. ഒരു സോളിനോയിഡ് വരയ്ക്കുക ആദ്യം. ഓക്കെ, സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇത് ഓക്കെ. ടീച്ചർ ഇപ്പോൾ ഈ സോളിനോയിഡ് ഇതേപോലൊരു സോളിനോയിഡ് വരച്ചു. അതിനുള്ള കറണ്ട് കടത്തിവിടാൻ പോവാണ്. സെല്ല് ഘടിപ്പിച്ചു, ഒരു സ്വിച്ച് ഘടിപ്പിച്ചു, പിന്നെ കറണ്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ടൊരു റിയോസ്റ്റാറ്റ് കൂടി ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സ്വിച്ച് ഓൺ ചെയ്താൽ കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ പറയുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാണ്? നൗഫൽ, പ്രജിത, ശബരി. ശബരി, നമ്മൾ കറണ്ടിന്റെ ദിശ പറയുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാണ്? അങ്ങനെയല്ല ചേച്ചി, നോർമലി കറണ്ടിന്റെ ദിശ നമ്മൾ ഒരു ബാറ്ററിയിൽ ഒരു സെല്ല് ഘടിപ്പിച്ചു. ഇവിടെ ഒരു സെല്ല് ഘടിപ്പിച്ചു കറണ്ടിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ, വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ് അല്ലേ?
ഇത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ കറണ്ട് ഒഴുകി തുടങ്ങിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പ് അറിയാൻ ഇരുമ്പ് കൂടി വെതറി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പ് ടീച്ചർ ഇപ്പോൾ വരയ്ക്കും കേട്ടോ. ഇങ്ങനെയാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പ് വരുന്നത്. ഈ ഷേപ്പ് എവിടെയെങ്കിലും പരിചയമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണം. ആർക്കെങ്കിലും ഈ ഇങ്ങനെ ഒരു ഉണ്ട്. എവിടെ പരിചയമുണ്ട്? എന്ത് ഷേപ്പിലെ കാന്തത്തിന്റെ? ബാർ കാന്തത്തിന്റെ അല്ലേ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ബാർ കാന്തം. ഇങ്ങനൊരു കാന്തം പഠിച്ച ഓർമ്മയില്ല? 8ാം ക്ലാസ്സിലെ ബാർ ഷേപ്പിലുള്ള കാന്തം. ബാർ ഷേപ്പിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലവും നമ്മൾ 8ാം ക്ലാസ്സിൽ പരീക്ഷ വഴി ചിലപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരെ. ഓക്കെ, ഏകദേശം ഈ ഷേപ്പിലാണ് നമുക്ക് കാന്തിക മണ്ഡലം കിട്ടുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു സോളിനോയിഡിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലവും നമ്മുടെ ബാർകാന്തത്തിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിൻ്റെയും ഷേപ്പ് എങ്ങനെയാണ് സാന്ദ്രാമോൾ? ഒരു ബാർകാന്തത്തിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലവും ഒരു കറണ്ട് കടത്തിവിടുന്ന ചാലകത്തിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സാന്ദ്ര ഇല്ല അല്ലേ? സംഗീത മോളെ, ഒരു ബാർകാന്തത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലവും ഒരു കറണ്ട് കടത്തിവിടുന്ന സോളിനോയിഡിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കേ? കണ്ടിട്ട് എന്തെങ്കിലും ബന്ധം? അല്ല, ഷേപ്പ് ഒരേപോലെ ആണോ? അല്ലേ? ആണോ? ഷേപ്പ് ഒരേപോലെയാണ് അല്ലേ? ഈ ടെക്സ്റ്റ് ബുക്കിലും കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ. ഞാൻ ടീച്ചറെ പേജ് ഒന്ന് എടുക്കാം. ഒരു മിനിറ്റ്, എത്ര പേജ് ഒന്ന് നോക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39 എന്ന് എടുത്തോളൂ. ഓക്കെ, പേജ് നമ്പർ 39 ഫിഗർ 2.9 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ബാർകാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പും ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കയ്യിലില്ലാത്തവർക്ക് ടീച്ചർ പ്രസൻറ്റ് ചെയ്തത് നോക്കാം. ഒരു ബാർകാന്തത്തിന് ചുറ്റുമുള്ളൊരു കാന്തിക മണ്ഡലവും ഒരു കറണ്ട് കടത്തിവിടുന്ന സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെയും ആകൃതി രണ്ടെണ്ണവും കാണിച്ചിട്ടുണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്ക് കുറച്ചൊരു വൃത്തിയായിട്ട് കാണാം, നിങ്ങൾക്ക് ഷേപ്പ് വരച്ചിട്ടുണ്ട് വൃത്തിയായിട്ട്. അപ്പോൾ അത് നോക്കിയാൽ നമുക്കിപ്പോൾ സാന്ദ്ര പറഞ്ഞു മനസ്സിലായി. ഒരു ബാർകാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പും ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പും ഒരേപോലെയാണ് നമുക്ക് മനസ്സിലായി. അതിനർത്ഥം ഒരു കറണ്ട് കടത്തിവിടുന്ന ചാലകം എന്തിന് തുല്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? സെൽമ മോളെ, നമുക്ക് ഒരു കറണ്ട് കടത്തിവിടുന്ന സോളിനോയിഡ് എന്തിന് സമാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? വെരി ഗുഡ്, ബാർകാന്തത്തിന് സമാനമാണെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ സോളിനോയിഡിനെ കുറിച്ചുള്ള ഫസ്റ്റ് പോയിന്റ് പഠിക്കുകയാണ്. ഒരു കറണ്ട് കടത്തിവിടുന്ന സോളിനോയിഡ് ഒരു ബാർകാന്തത്തിന് സമാനമാണ്. ബാർകാന്തത്തിന് സമാനമായ കാന്തിക മണ്ഡലമാണ് സോളിനോയിഡിന് ചുറ്റും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷേപ്പ് വരയ്ക്കാൻ പഠിച്ചു. ഇനി ഷേപ്പ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പഠിക്കേണ്ടത് എന്തായിരിക്കും? ഷിജിന, ശ്രീകാന്ത്, ശ്രീകുട്ടൻ, ശ്രീകുട്ടൻ സാറിന് എല്ലാ ക്ലാസ്സിലും വരുന്ന ആളാണല്ലോ. ശ്രുതി, ഒരുപാട് പേര് ആബ്സെൻ്റ് ആണല്ലോ. അഭിഷേക് എം, പത്തിയൽ, ആദിത്യനസ്, അക്ഷയ് കൃഷ്ണ, ആർച്ചാലാൽ, മോളെ അക്ഷയുണ്ട്, അക്ഷയ് കൃഷ്ണൻ ഉണ്ട്. ഓക്കെ, അക്ഷയ് കൃഷ്ണൻ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പോൾ ആർച്ച മോളെ, നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ബാർകാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലവും ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലവും ഒരേപോലെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ആകൃതി പഠിച്ചു. ആകൃതി പഠിച്ച ശേഷം ഇനി എന്താ നമ്മൾ ആർച്ച പഠിക്കാനുള്ളത്? ആകൃതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്ത് പഠിക്കണം?
അക്ഷയ് കൃഷ്ണൻ, അക്ഷയ് അക്ഷയ് നമ്മൾ ആകൃതി അടയാളപ്പെടുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ പഠിക്കേണ്ടത്? നമ്മള് ദിശ അടയാളപ്പെടുത്താൻ പഠിക്കണം. വെരി ഗുഡ്. ഓക്കെ, നമ്മൾ ദിശ ആർച്ച എന്താ മിണ്ടാതിരുന്നത്? നമ്മളിപ്പോ എത്ര രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? നമ്മളിത് പുതുതായിട്ട് പറയല്ല. നമ്മളൊരു നിവർന്ന ചാലകത്തിന്റെ കേസിലും ഒരു വൃത്താകൃതിയിലുള്ള ചാലകത്തിന്റെ കേസിലും നമ്മൾ പറഞ്ഞാണ് രണ്ടിലൂടെയും കറണ്ട് കടത്തിവിട്ടാൽ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി നമ്മൾ ആദ്യം വരയ്ക്കാൻ പഠിക്കണം. എങ്ങനെയാണ് അവിടുത്തെ ആകൃതി? ആ ആകൃതി അടയാളപ്പെടുത്തിയ ശേഷം ദിശ അടയാളപ്പെടുത്താനും പഠിക്കണം. ആർച്ച എല്ലാ ക്ലാസ്സിലും വരുന്ന ആളാണല്ലോ, പിന്നെ എന്ത് ചെയ്യും അറിയാതെ പോന്നേ? ക്ലാസ് കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിനി സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി വരച്ചു. ഇനി അതിന്റെ ദിശ അടയാളപ്പെടുത്താൻ പഠിക്കണം. അപ്പം നമ്മൾ നേരത്തെ രണ്ട് കേസിലും, നിവർന്ന ചാലകത്തിന്റെ കേസിലും വൃത്താകൃതിയിലുള്ള ചാലകത്തിന്റെ കേസിലും നമ്മൾ ദിശ അടയാളപ്പെടുത്താൻ ഒരു നിയമം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. അർച്ചന മോളെ, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും ഒരു നിയമം കൂടി പഠിച്ചിരുന്നു. ദിശ കണ്ടുപിടിക്കാൻ നമ്മളൊരു നിയമം പഠിച്ചിരുന്നു. ഏതായിരുന്നു ആ നിയമം? നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു ആ നിയമത്തിന്റെ പേര്. ആരോമൽ ആര്യ എസ്. വെരി ഗുഡ്. വലതുകൈ പെരുവിരൽ നിയമം. മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം. അർച്ചന എന്ത് പറ്റി മറന്നുപോയോ അത്? നമ്മളിപ്പോൾ ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ നമ്മൾ ദിശ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നിയമമാണ് വലതുകൈ. ഒരു ചാലകത്തിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ, ഇതേപോലൊരു ചാലകത്തിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ അതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകും. അതിൻ്റെ ആകൃതി നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ നമ്മൾ വലതുകൈ പെരുവിരൽ നിയമമാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചല്ലേ നമ്മൾ ദിശയൊക്കെ അടയാളപ്പെടുത്തിയത് നേരത്തെ, അല്ലേ അർച്ചന? മറന്നുപോയോ എന്നിട്ട്? ഓക്കെ, പക്ഷെ സോളിനോയിഡിന്റെ കേസിൽ നമ്മൾ അതിൽ നിന്നും വേറിട്ട് വേറൊരു നിയമം നമ്മൾ പറഞ്ഞില്ല, വേറൊരു എളുപ്പ വഴി നമുക്കുണ്ട് കേട്ടോ. ഒരു എളുപ്പ വഴിയിലൂടെയാണ് നമ്മൾ സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ അടയാളപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ ബാർഗാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി വരച്ചു. ഇവിടെ ദിശ അടയാളപ്പെടുത്താൻ നമ്മൾ എളുപ്പം ചെയ്തൊരു പണിയുണ്ട്. എന്തായിരുന്നു? എവിടെ നിന്ന് എങ്ങോട്ടാണ് കാന്തിക മണ്ഡലം ഇവിടെ നമുക്ക് അറിയാമായിരുന്നു. ആർക്കെങ്കിലും പറയാമോ? ഇവിടെ ഒരു കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി കണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ ദിശ വരയ്ക്കുക, ദിശ അടയാളപ്പെടുത്തുക? വെരി ഗുഡ്, വെരി ഗുഡ്. നോർത്തിൽ നിന്നും സൗത്തിലേക്ക്, അല്ലേ? കാന്തിക മണ്ഡലത്തിന്റെ ദിശ എപ്പോഴും നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. നോർത്തിൽ നിന്നും പുറപ്പെട്ട് സൗത്തിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശ. അങ്ങനെയാണെങ്കിൽ ഒരു സോളിനോയിഡിലും ദിശ അടയാളപ്പെടുത്താൻ നോർത്തും സൗത്തും പറഞ്ഞാൽ എളുപ്പമല്ലേ? കാരണം ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ബാർഗാന്തത്തിന് തുല്യമാണ്, അല്ലേ? ബാർഗാന്തത്തിന് തുല്യമായതുകൊണ്ട് തന്നെ പറഞ്ഞോ ശബരി. രണ്ടും സൗത്തിലേക്കാണ്. നോർത്തിൽ നിന്നും പുറപ്പെട്ട് സൗത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശ. ടീച്ചർ തെറ്റ് വന്നോ? ശബരി ഓക്കെ ആണോ? ശബരിയുടെ സൗണ്ട് വിട്ട് പോന്നിട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നോർത്തും സൗത്തും ഇതേ കണക്ക് ഇവിടുത്തെ നോർത്ത് ഏതാ സൗത്ത് ഏതാന്ന് അറിയാമെങ്കിൽ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് നമുക്ക് എന്ത് വരച്ചാൽ മതി? ആരോ മാർക്ക് വരച്ചാൽ മതി, അല്ലേ? ആണോ മക്കളെ? ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർത്ത് ഏതാ സൗത്ത് ഏതാന്ന് കണ്ടുപിടിച്ചാൽ മതിയാകും. ഓക്കെ, നമ്മൾ മറ്റേതുപോലെ മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം എടുക്കേണ്ട കാര്യം വരുന്നില്ല. നോർത്തും സൗത്ത് ഏതാന്ന് കണ്ടുപിടിക്കാം. ഇനി അപ്പം നോർത്തും സൗത്ത് എങ്ങനെയാണെന്ന് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏതാണ് നോർത്ത്? ഒരു എൻ്റെ നോർത്ത് ആണെങ്കിൽ അടുത്ത എൻ്റെ സൗത്ത് ആയിരിക്കും. ഇനി ഏതാണ് നോർത്ത് ഏതാണ് സൗത്ത് എന്ന് അടയാളപ്പെടുത്താൻ അതിന് എളുപ്പം ഒരു മാർഗം എന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ ഒരു സോളിനോയിഡ്. ഓക്കെ, ഇതിൽ കറണ്ട് കടത്തി വിടുകയാണ് നമ്മൾ. ഇതിൽ കറണ്ട് കടത്തി വിടുമ്പോൾ
ഇതിൽ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് നമ്മൾ കറണ്ട് ഒഴുകുന്ന ദിശ നോക്കണം. കറണ്ട് ഒഴുകുന്ന ദിശ പ്രസൻറ്റ് ചെയ്യാൻ രണ്ട് രീതികളുണ്ട്. ഒന്ന് പ്രദക്ഷിണ ദിശയും മറ്റൊന്ന് അപ്രദക്ഷിണ ദിശയും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പ്രദക്ഷിണവും അപ്രദക്ഷിണവും അല്ലേ. നമ്മൾ ക്ലോക്കിൽ സൂചികൾ ചലിക്കുന്ന ദിശ നോക്ക്, ഇതിലെ ക്ലോക്കിലെ സൂചികൾ ചലിക്കുന്ന ദിശ, ഇത് ഏതിനെ സൂചിപ്പിക്കുന്നു? ഇതാണ് പ്രദക്ഷിണ ദിശ. ഇതിന് ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ഇതെന്ത് ദിശ നമ്മൾ പറയും? അപ്രദക്ഷിണ ദിശ അല്ലേ. അപ്പൊ കറണ്ട് ഒഴുകുന്ന ദിശ ഏതാണെന്ന് മനസ്സിലാക്കുക. പ്രദക്ഷിണ ദിശയാണോ അപ്രദക്ഷിണ ദിശയാണോ എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് പ്രദക്ഷിണ ദിശയാണെങ്കിൽ അവിടെ സൗത്ത് പോളായിരിക്കും, അപ്രദക്ഷിണ ദിശയാണെങ്കിൽ അവിടെ നോർത്ത് പോളായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോർത്ത് ഏതാണ് സൗത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് ഒഴുകുന്ന ദിശ ഏതാണെന്ന് അറിഞ്ഞാൽ മതി. കറണ്ട് പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ എന്ന് കണ്ടുപിടിക്കണം. പ്രദക്ഷിണമാണെങ്കിൽ സൗത്ത് നിന്ന് മാർക്ക് ചെയ്യുക, അപ്രദക്ഷിണമാണെങ്കിൽ നോർത്ത് നിന്ന് മാർക്ക് ചെയ്യാം. ഒരു സൈഡിൽ പ്രദക്ഷിണമാണ് വരുന്നതെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തായാലും അപ്രദക്ഷിണമായിരിക്കും. അത് മനസ്സിലാക്കാൻ ടീച്ചർ തന്നെ ഇതിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു നമുക്ക് ഇത് നോക്കുന്നതിനേക്കാളും നമുക്ക് ഇവിടുത്തെ ഈ സോളിനോടിൻ്റെ ബോർഡിലെ ചിത്രം നോക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കോയിൽ നോക്കുന്നതായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കോയിൽ ഇരിപ്പുണ്ട്. ഓക്കെ, അതിൽ കറണ്ട് ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണ് കറണ്ട് ഒഴുകുന്നതായിരിക്കട്ടെ. ഇതിപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യുന്ന ആ ഭാഗമാണ് എ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ബിയിലേക്കാണ് കറണ്ട് ഒഴുകുന്നതായിരിക്കട്ടെ. അപ്പോൾ എയിലൂടെ കറണ്ട് കയറി ഒഴുകി 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 ബിയിലേക്ക് എത്തുന്നു. അപ്പോൾ നിങ്ങൾ നോക്കേ, ഈ ഭാഗം നോക്കേ, കറണ്ട് ഒഴുകുന്നത് പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ നോക്കേ. കറണ്ട് ഇതിലൂടെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ഒഴുകുന്നത് അല്ലേ. നോക്കൂ നിങ്ങൾ, ഇത് ഏതിപ്പോൾ ദിശ വരുന്നത്? നിങ്ങൾ പറഞ്ഞു നോക്കി, ഇങ്ങനെ വന്ന് എങ്ങനെയാണ് നോക്കുക? അപ്രദക്ഷിണ ദിശയാണ് അല്ലേ. അപ്രദക്ഷിണ ദിശയാണ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് നേരെ തിരിച്ച്, ഇപ്പം നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അപ്രദക്ഷിണമായിട്ട് തോന്നും. അപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഏത് പോളാ? ടീച്ചർ എഴുതിയിട്ടുണ്ട് ബോർഡിൽ. അപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഏത് പോളാണ് മക്കളെ? നോർത്ത് പോളാണ്. യെസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോർത്ത് പോളാണ്. ഇനി ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കറണ്ട് വരുമ്പോൾ പ്രദക്ഷിണ ദിശയായിട്ടാണ് തോന്നുക. അതായത് ഇവിടെ ഏത് പോളാണ്? സൗത്ത്. അതുപോലെ ഇവിടെ എന്തായാലും നോർത്ത് ആണെങ്കിൽ ഇപ്പം ഇവിടെ എന്തായിരിക്കും നോർമലി? സൗത്ത് തന്നെ ആയിരിക്കും. രണ്ടിടവും കൂടി നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ഏതാണോ ഫീൽ ചെയ്യുന്നത്, നമുക്ക് ഏതാണോ കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്നത് അത് നമ്മൾ നോക്കുക. അപ്പം നിങ്ങളിവിടെ നോക്കുക, നിങ്ങൾക്ക് നോർത്താണെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്കത് ഒബിയസ് ആയിട്ടും ഓപ്പോസിറ്റ് സൈഡ് സൗത്ത് അത് മനസ്സിലാവും. ഞാൻ തിരിച്ചിപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് കറണ്ട് വരുന്നു പ്രദക്ഷിണ ദിശയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ സൗത്താണ്, അപ്പുറത്ത് നോർമലി അപ്പോൾ നോർത്ത് ആയിരിക്കും. അത് നമ്മൾ ഒരു സോളിനോട് രണ്ട് പോളും കൂടെ കിടന്ന് മനസ്സിലാക്കേണ്ട. ഏതെങ്കിലും ഒരു പോൾ നോക്കുക, നോർത്താണോ സൗത്താണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റ് പോളായിരിക്കും അപ്പുറത്തെ സൈഡിൽ വരുന്നത്. പക്ഷേ എന്തോ കിരൺ മനസ്സിലായില്ല മോനെ? ഒന്നുകൂടെ പറഞ്ഞു തരാനോ? നോർത്താണോ സൗത്താണോ ഇത് മോന് മനസ്സിലായ മോനെ? അതിൻ്റെ കറണ്ട് ഇങ്ങനെ കയറി വന്നു, മുകളിലേക്ക് പോയി, ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇവിടേക്കൂടെ പോയി കറണ്ട് മുകളിലൂടെ കയറി ഇങ്ങനെ വന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പം നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൈവച്ചൊന്ന് വരച്ച് നോക്കുക. ഈ കോയിലിൽ കറണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾ തന്നെ കൈവച്ചൊന്ന് വരച്ച് നോക്കുക. ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് എങ്ങനെയാണ്, പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ ആദ്യം മനസ്സിലാക്കുക. കിരൺ ഒന്ന് നോക്കിയേ, കിരൺ ഏതായിട്ടാണ് തോന്നുന്നത് അവിടെ കറണ്ട് ഒഴുകുന്നത്? പ്രദക്ഷിണം എന്നാണോ പറഞ്ഞത്? അപ്രദക്ഷിണ ദിശയാണ് പറഞ്ഞത്. അങ്ങനെ അപ്രദക്ഷിണമാണെങ്കിൽ അവിടെ ഏത് പോളാണ്? അത് ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്രദക്ഷിണമാണെങ്കിൽ ഏത് പോളായിരിക്കും അവിടെ? കിരൺ, നോർത്ത് പോളായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോർമലി ഇപ്പുറത്തെ സൈഡ് ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും. ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ ഏതെങ്കിലും ഒരു പോൾ നോക്കിയാൽ മതി. ഇപ്പം ഞാൻ പറയാം എനിക്കിഷ്ടം ഇവിടെ നോക്കാനാണ്, കാരണം എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ് ഇവിടെ നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയാലും മതി. ഇപ്പം എന്നെ സംബന്ധിച്ച് വരുവാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് കറണ്ട് ഇങ്ങനെ ഒഴുകുന്നത് എനിക്ക്. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ കറണ്ട് അപ്രദക്ഷിണമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഇവിടെ സൗത്താണ്, അപ്പോൾ ഇവിടെ നോർത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും കൂടെ നോക്കണം എന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സൈഡ് നോക്കിയാൽ മതി നിങ്ങൾ.
ആ നമ്മൾ നോക്കുന്ന സൈഡ് നമ്മളെ ഫേസ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് വരുന്നത് വേണ്ടത്. ഓക്കെ കിരൺ, ഇത് പക്ഷേ ഈ കോയിൽ തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാണ്, കാരണം കോയിലാകുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചിത്രം തരുമ്പം നമുക്ക് അത്ര എളുപ്പമായിരിക്കില്ല കേട്ടോ. ഇനി തിരിച്ച് ഇത് ഇപ്പം ഞാൻ പ്രദക്ഷിണമായിട്ടല്ലേ ചുറ്റിയത്, ഇനി ഇത് അപ്രദക്ഷിണമായിട്ട് ചുറ്റുവാണെങ്കിൽ എന്താ, ഇപ്പം ഞാൻ ഇങ്ങനെ ചുറ്റിയേക്കുന്നത്. ഓക്കെ, ഈ ചുറ്റും നോക്കിയേ, ഇനി ഇതേ കണക്കാരെ കറണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് പാസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഈ ചുറ്റും നോക്കേ, കറണ്ട് കയറി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കേ. കറണ്ട് ഇതിലൂടെ കയറി മുകളിലൂടെ പോയി അപ്പുറത്തൂടെ വരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം കറണ്ട് ഒഴുകുന്നത് എങ്ങനെയാണ്? നോക്കാൻ പറ്റുന്നുണ്ട്? രണ്ടുപേരും ഉത്തരം പറഞ്ഞു, മറ്റുള്ളവരോ? മനസ്സിലായിട്ട് തന്നെയാണോ പറഞ്ഞത്? ഓക്കെ, കറണ്ട് നോക്ക്, കറണ്ട് ഇവിടുന്ന് ഒഴുകി മുകളിലേക്ക് കയറി ഇതിലൂടെ കയറി ഇങ്ങനെയാണ് ഇറങ്ങി വന്നത്. ശരിക്കും നിങ്ങളുടെ കയ്യിലൊരു കമ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചുറ്റി നോക്കുക, അപ്പം നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ കയ്യിലെങ്ങാനും ഒരു ഇപ്പോൾ ക്ലാസ്സിലുള്ളപ്പം തന്നെ വേണമെന്നല്ല, അല്ലെങ്കിൽ ഒരു കമ്പി എങ്ങാനും എടുത്ത് ഒരു വയറെങ്ങാനും എടുത്ത് ഇനി ചുറ്റി നോക്കുക. എപ്പോഴാണ് നമുക്ക് പ്രദക്ഷിണം അപ്രദക്ഷിണമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ കറണ്ട് നോക്കൂ, കറണ്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നു മുകളിലൂടെ കയറി ഇങ്ങനെയാണ് കയറി ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ വന്നു മുകളിലൂടെ കയറി ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ദിശ എന്ന് പറഞ്ഞാൽ ഏതിനെ കാണിക്കുന്നു? പ്രദക്ഷിണ ദിശയല്ലേ കാണിച്ചിരിക്കുന്നത്. പ്രദക്ഷിണ ദിശയാണ് പറയുന്നതെങ്കിൽ ഈ എൻ്റെ ഏതായിരിക്കും? സൗത്ത്. അങ്ങനെയാണെങ്കിൽ നോർമലി ഇവിടെ എന്തായിരിക്കും? ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കും? നോർത്ത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചുറ്റിയിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ആ ചുറ്റെങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും പ്രദക്ഷിണമായിട്ടാണോ അപ്രദക്ഷിണമായിട്ടാണോ കറണ്ട് ഒഴുകുന്നതെന്ന് പറയാം. അപ്പം നോർമലി ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് കറണ്ട് ഇതാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ഇത് ഏത് ദിശ, ഇത് എങ്ങനെയാണ് കറണ്ട് ഒഴുകിയിരിക്കുന്നത്? ഈ എൻഡിലെ കറണ്ട് എങ്ങനെയാണ് ഒഴുകിയിരിക്കുന്നത്? പ്രദക്ഷിണ ദിശയായിട്ടാണ് അല്ലേ. പ്രദക്ഷിണമാണെങ്കിൽ ഇവിടെ ഏത് പോളായിരിക്കും? സൗത്ത്. ഇവിടെ ഏതായിരിക്കും? നോർത്ത്. ഇനി ദിശ അടയാളപ്പെടുത്താൻ പറ്റുമോ നോക്കിയേ, പറ്റുമോ? എവിടുന്ന് എങ്ങോട്ട് അടയാളപ്പെടുത്തിയാൽ മതി? എവിടുന്ന് എങ്ങോട്ട് അടയാളപ്പെടുത്തി മക്കളെ? നോർത്തിൽ നിന്നും സൗത്തിലേക്ക് അടയാളപ്പെടുത്തിയാൽ പോരെ? അപ്പോൾ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി, വേറെ നമ്മൾ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ശരിക്കും ഒരു സോളിനോഡിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം ആകൃതി വരയ്ക്കാൻ പഠിക്കണം. അതിനുശേഷം കറണ്ട് പ്രദക്ഷിണമാണോ അപ്രദക്ഷിണമാണോ എന്ന് നോക്കിയിട്ട് നോർത്താണോ സൗത്ത് ആണോ എന്ന് മാർക്ക് ചെയ്യാൻ പഠിക്കണം. നോർത്ത് സൗത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നോർത്താണോ സൗത്ത് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ ചുറ്റ് കാണുമ്പോൾ കുറച്ചൊരു എളുപ്പമാണെങ്കിലും ഇങ്ങനെ കാണുന്നൊരു ചുറ്റിനെ പേപ്പറിലോട്ട് വരച്ച് വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ അത്ര എളുപ്പമായിട്ട് നമുക്ക് തോന്നില്ല. പരിചയമുള്ള ഫിഗറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പരിചയമില്ലാത്ത ഫിഗറാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ കൺഫ്യൂഷൻ മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ച് ചിത്രങ്ങൾ കുറച്ചെണ്ണം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലാണ് നമുക്കതിൻ്റെ കൺഫ്യൂഷൻ നമുക്കൊന്ന് മാറ്റാൻ പറ്റുക. ഓക്കെ, എന്തായാലും നമുക്ക് രണ്ടുമൂന്നെണ്ണം ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കറണ്ട് സോളിനോട് എന്നൊരു ഹെഡിങ് എഴുതിയിട്ട് ഈ ചിത്രം ഒന്ന് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. റഫായിട്ട്, ഫെയർ ആയിട്ടൊന്നുമില്ല, റഫായിട്ട് വരയ്ക്കണം. ആകൃതി വരയ്ക്കണം, ദിശ അടയാളപ്പെടുത്തണം. എന്നിട്ട് ഞാൻ വിളിക്കുന്നവർ എന്നെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ആ വരച്ചൊന്ന് കാണിച്ചു തരണം. അപ്പം ഇപ്പോൾ ഒന്ന് റഫായിട്ട് വരച്ചോളൂ. പെട്ടെന്നായിക്കോട്ടെ, 1 മിനിറ്റ് മതിയാവും കേട്ടോ. പെട്ടെന്ന് വരയ്ക്കും. ഞാൻ അപ്പോഴേക്കും കുറച്ച് അറ്റൻഡൻസ് ഒന്ന് വിളിച്ചേക്കാം. ആര്യ എസ്, ആശിഷ് പ്രസാദ്, ഇല്ലാത്ത ആളാണ്. അശ്വതി ബി, ആവണി എസ് നായർ,
ടീച്ചർ. ധന്യ BS. ടീച്ചർ. ആവണി മോളെ ഗൂഗിൾ ക്ലാസ് റൂം ശരിയായിരുന്നോ? ഇല്ല ടീച്ചർ. ഇല്ല. മറ്റുള്ള ക്ലാസ്സിലൊക്കെ ഏതൊക്കെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാനുള്ളത്? ഫിസിക്സും കെമിസ്ട്രി. ബാക്കി എല്ലാത്തിലും ജോയിൻ ചെയ്തോ? ഇല്ല ടീച്ചർ. മാത്സും മലയാളം വെച്ച് ബാക്കി ചെയ്തിട്ടില്ല അല്ലേ? ഫെബ, ജെബിൻ, ടീച്ചർ. ജീവൻ, ജോസ്ന, കിരൺ, കൃഷ്ണപ്രിയ, ടീച്ചർ. ലക്ഷ്മി, ടീച്ചർ. മനു, ടീച്ചർ. രാധിക, രാംജിത്ത്, രേവതി രാജു, ശബരിനാഥ്, ശിവ, ശ്രീറാം. ശ്രീറാം വരച്ചെന്ന് കാണിച്ചു തരും. എവിടം വരെ എത്തി? വരച്ച എത്ര ഒന്ന് കാണിച്ചു തരും. എവിടം വരെ വരച്ച അവിടം വരെ കാണിക്കൂ. എന്താണ് ശ്രീറാമേ, കാണിക്കൂ. ശ്രീശാന്ത് കാണിച്ചു തന്നെ വരച്ചത്. നിങ്ങൾ വരച്ച അത്രയും കാണിച്ചു തരൂ. വരച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്ര നേരം നിങ്ങൾ എന്തെടുക്കുമായിരുന്നു? വരയ്ക്കാനല്ലേ ഞാൻ പറഞ്ഞത്. കേട്ടില്ല, ഉറക്കെ പറയൂ. കുറച്ച് മുമ്പാ കയറിയത്. ഈ പറഞ്ഞ ശേഷം കയറിയത് അല്ലല്ലോ, പറയുന്നതിന് മുന്നേ കയറിയില്ലേ? അവസാനത്തെ കുറച്ച് കേട്ടു. എന്താ അത്ര ലേറ്റ് ആയത് ക്ലാസ്സിൽ കയറാൻ? ശ്രീശാന്ത്, എന്താ ലേറ്റ് ആയെന്താ? ശ്രീശാന്തിന്റെ പേരൻസ് ഉണ്ടോ അവിടെ? ക്ലാസ് കഴിയുമ്പോൾ ശ്രീശാന്തിന്റെ പേരൻസിനെ ഇനി ഒന്ന് വിളിക്കണം. അവിടെ ക്ലാസ് കഴിയുമ്പോൾ ഇറങ്ങി പോയേക്കല്ലോ. സുൽത്താന നമ്മളെ കാണിച്ചു തരൂ, വരച്ച് കാണിച്ചു തരൂ. ശ്രീശാന്ത് മ്യൂട്ട് യുവർ ഫോൺ. ഓക്കെ സുൽത്താന, ഓക്കെ മോളെ. അതിനി വരച്ച് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു. ശ്രീറാം അല്ലേ? സോറി, ശ്രീറാം. ശ്രീറാം, എന്താണ് മനു?
മനു ടീച്ചറെ പറയൂ മനു. ഓക്കെ മനു പറഞ്ഞോളൂ. മനു വരച്ചോ? മനു ഒന്ന് കാണിച്ചെന്നേ, വരച്ച് കാണിച്ചെന്നേ. ഓക്കെ 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 ഗുഡ്. ഇനി ഞാൻ വിളിച്ചിട്ട് കാണിക്കാത്ത ഒരാള് ശ്രീറാം ആണല്ലോ. ശ്രീറാം ഇപ്പോഴും വരച്ചു കഴിഞ്ഞില്ല. ശ്രീറാം അവിടെ? ഓക്കെ എനിവേ ശ്രീറാം കാണിച്ചു തരും. അതായത് ഞാൻ പറഞ്ഞിട്ട് വരയ്ക്കാതെ അവിടെ ഇരിക്കുമായിരുന്നു അല്ലേ? ഞാൻ പേര് വിളിച്ചപ്പോഴാണ് വരയ്ക്കാൻ തുടങ്ങിയത്. പറയൂ സ്വാതി. സ്വാതിയുടെ പേര് ഇപ്പോൾ വരും കേട്ടോ. നെക്സ്റ്റ് സ്വാതി സുധീറാണ്. ഉണ്ട്. ഓക്കെ ഞാൻ മാർക്ക് ചെയ്തു. വിദ്യ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ശ്രീറാം വരച്ചു കഴിഞ്ഞ് കാണിച്ചു തരണം കേട്ടോ. വരച്ചു കഴിഞ്ഞൊന്ന് പറയണേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു സോളിനോയിഡിൻ്റെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോളിനോയിഡിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് പഠിച്ചു, നോർത്തും സൗത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു. നോർത്ത് സൗത്തും കണ്ടുപിടിച്ച ശേഷം നമ്മൾ അതിൻ്റെ മാർക്ക് ചെയ്യാനും പഠിച്ചു. നോർത്ത് ടു സൗത്ത് ദിശ അടയാളപ്പെടുത്താനും പഠിച്ചു. അപ്പോൾ സോളിനോയിഡിനെ സംബന്ധിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി അതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ നമുക്ക് പറയാനുള്ളത്. ഒന്ന്, സോളിനോയിഡിൻ്റെ കാന്തശക്തി കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്. സോളിനോയിഡിൻ്റെ കാന്തശക്തി കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ കേസിലും വൃത്താകൃതിയുള്ള ചാലകത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞ പോലെ അത് വെച്ചിട്ട് നമുക്ക് സോളിനോയിഡിൻ്റെ കാന്തശക്തി കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയാൽ പറയാൻ പറ്റുമെന്ന്. യെസ്, ഒന്നതാണല്ലേ ഞാൻ പറഞ്ഞത്. സോളിനോയിഡിൻ്റെ കാന്തശക്തി കൂട്ടാനുള്ള മാർഗം എന്താണെന്ന് വെച്ചത്. ഒന്ന്, ഇപ്പം നമ്മുടെ സെൽമ പറഞ്ഞു, എന്താണ്, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക അല്ലേ? ഇപ്പം ഞാൻ ഇവിടെ 4 ചുറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഈ 4 ചുറ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇത്രയും ചുറ്റുകൾ. ഇപ്പോൾ എണ്ണം കൂട്ടി ചുറ്റുകളുടെ അല്ലേ? എണ്ണം കൂട്ടിയാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ചുറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കാന്തശക്തി കൂടുന്നു. അപ്പോൾ ഒന്ന് ചുറ്റുകളുടെ എണ്ണം കൂട്ടാവുന്നതാണ്. വേറെ എന്തെങ്കിലും മാർഗം പറയാൻ പറ്റുമോ? വെരി ഗുഡ്. കിരൺ പറഞ്ഞു, ശബരി പറഞ്ഞു, വൈദ്യുതി കൂട്ടുക അല്ലെ? കറണ്ട് കടത്തിവിടുന്ന കൂട്ടുക. അതിനായിട്ടാണ് നമ്മൾ ആക്ച്വലി റിയോസ്റ്റാറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, റിയോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. അപ്പം റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കറണ്ട് കൂട്ടിയാൽ കാന്തശക്തി കൂടും. ഓക്കെ, അപ്പോൾ 2 മാർഗങ്ങൾ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒരെണ്ണം ടീച്ചർ പറയാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് ഓർമ്മ വരാത്തതാ. നമ്മൾ 8ാം ക്ലാസ്സിൽ ഇത് വെച്ചിട്ട് നമ്മൾ വൈദ്യുതകാന്തം ഉണ്ടാക്കിയായിരുന്നു. ഇത് വെച്ചിട്ട് വൈദ്യുതകാന്തം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എന്തിനകത്ത് ഇത് ചുറ്റിയെടുത്തത്? ഇങ്ങനെ ആണിയിലാണ്. എന്താണിയിൽ? എന്തുകൊണ്ടാണ്? ഇരുമ്പാണ്. യെസ്, ഇരുമ്പാണിയിലാണ്. അപ്പം ഇത് എന്തിൽ ചുറ്റുക എന്ന് നമുക്ക് പറയാം. ഒരു സോളിനോയിഡിന്റെ വയർ ചുറ്റിയെടുക്കുമ്പോൾ എന്തിൽ ചുറ്റുക? നമ്മൾ ഇരുമ്പിൽ ചുറ്റുക. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഈ ഉള്ളിൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ വിളിക്കുകയാണ് കോറെന്നാട്ടോ പറയാം. ഉള്ളില് കോറെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്. നമ്മൾ ഭൂമിയുടെയൊക്കെ ഘടന പഠിക്കുമ്പം കോർ മാൻഡിൽ എന്നൊക്കെ പഠിച്ചില്ല. കോറെന്ന് വെച്ചാൽ എപ്പോഴും ഉള്ളിലുള്ള ഭാഗമാണ്. കോർ എന്താ യൂസ് ചെയ്യുക? പച്ചിരുമ്പാ കോറായി യൂസ് ചെയ്യുക. ഓക്കെ, അത് ഇപ്പം പച്ചിരുമ്പാണ് കോറായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാന്തീയ ശക്തിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോളിനോയിഡിൻ്റെ കാന്തശക്തി കൂടാം. അപ്പോൾ പച്ചിരുമ്പ് ഉപയോഗിക്കുന്നതിന് കുറച്ച് വണ്ണം കൂടിയ പച്ചിരുമ്പാണെങ്കിൽ അത്രയും കാന്തശക്തി കൂടും. ഓക്കെ, അപ്പോൾ സോളിനോയിഡിൻ്റെ കേസിൽ നമുക്ക് 3 മാർഗങ്ങളായി. എന്തൊക്കെയായിരുന്നു 3 മാർഗങ്ങൾ? ലക്ഷ്മി മോളെ, എന്തൊക്കെയായിരുന്നു 3 മാർഗങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത്? ചുറ്റുകളുടെ എണ്ണം കൂട്ടാം. വെരി ഗുഡ്. ഒന്ന്. രണ്ടാമത്തേത് നമുക്കിനി പിന്നെ കോറിന്റെ വലിപ്പം. കോറിന്റെ വലിപ്പം. കോർ എന്താ ഉപയോഗിക്കുക? പച്ചിരുമ്പ് കോറായി ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഒരു മാർഗം. ഇനി അതിൻ്റെ തന്നെ വണ്ണം കൂടുന്നതനുസരിച്ച് കാന്തശക്തി കൂടും.
പിന്നെ എന്താണ് കടത്തിവിടുന്ന കറണ്ട് കൂട്ടുക. ഓക്കെ, അപ്പോൾ സോളിനോയിഡ് കാന്തശക്തി കൂട്ടാനുള്ള മാർഗങ്ങളായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടോ അസ്ന അസ്ന നേരത്തെ വിളിച്ചിട്ട് മിണ്ടിയില്ലല്ലോ. ഓക്കെ, അസ്ന നോക്കൂ, ഇനി നമ്മൾ ഇതുകൂടെ പഠിക്കാൻ പോകും. ഒരു ബാർകാന്തവും ഒരു സോളിനോയിഡ് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഇവയുടെ കാന്തിക മണ്ഡലങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്യണം. നമുക്ക് താരതമ്യം ചെയ്താൽ എന്തെങ്കിലും അസ്നയ്ക്ക് പറയാനുണ്ടോ? രണ്ടുപേരും കൂടെ താരതമ്യം ചെയ്താൽ എന്തെങ്കിലും ഒരു പോയിന്റ്. അസ്ന 10B അല്ലേ? അസ്ന ഞാൻ ആൻസർ ഇട്ട് വെച്ചിട്ടുണ്ടോ ചോദിച്ചാൽ നോക്കി. ഇതിന് രണ്ടും കാന്തിക മണ്ഡലത്തിന്റെ ഷേപ്പ് എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് അല്ലേ? രണ്ടിനെയും കാന്തിക മണ്ഡലത്തിന്റെ ഷേപ്പ് ഒന്ന് തന്നെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ പഠിക്കാൻ മതി. ഇതിന്റെ രണ്ടിന്റെയും കാന്തിക മണ്ഡലങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആലോചിച്ച് നോക്കി, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. ഷേപ്പ് ഒന്ന് തന്നെയാണ്. സ്വഭാവം ഒരേപോലെയാണോ? അല്ല, എന്താ സ്വഭാവത്തിൽ വ്യത്യാസം? ദിശ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് തന്നെയല്ലേ? എന്താ വ്യത്യാസം? നോർത്ത് സൗത്തും അപ്പുറം ഇപ്പുറം എഴുതിയെന്നല്ലേ ഉള്ളൂ. എപ്പോഴും നോർത്തിൽ നിന്നും സൗത്തിലേക്ക് തന്നെ ആയിരിക്കും കാന്തിക മണ്ഡലത്തിന്റെ ദിശ. ഞാൻ ചോദിക്കുന്നതാണ്, ഇതിന്റെ കാന്തിക മണ്ഡലം ഈ സോളിനോയിഡ് ഒരു സോളിനോയിഡ് ഇതൊക്കെ കമ്പിച്ചിട്ട് എപ്പോഴാണ് കാന്തമായിട്ട് മാറുന്നത്? സോളിനോയിഡ് യെസ്, വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇതൊരു കാന്തമായി മാറും. വൈദ്യുതി ഇല്ലെങ്കിലും വെറും കമ്പിച്ചിട്ടാണ് അല്ലേ? കാന്തമല്ല. അപ്പൊ ഇത് കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രമേ ഒരു സോളിനോയിഡ് കാന്തമാവും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ബാർ മാഗ്നറ്റ് ആണെങ്കിലോ സ്ഥിരകാന്തമാണ്. ഓക്കെ, അതാണ് കറക്റ്റ് പോയിന്റ് അല്ലേ? സോ ബാർകാന്തം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരകാന്തമാണ്. കാന്തശക്തി സ്ഥിരമായിട്ടുണ്ടെന്ന്. പക്ഷെ സോളിനോയിഡിനെ സംബന്ധിച്ച് സ്ഥിരമായിട്ടൊരു കാന്തശക്തി ഉണ്ടോ? യെസ്, വെരി ഗുഡ്. താൽക്കാലിക കാന്തമാണ് അല്ലേ? അത് തന്നെയാണ് അവർ തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. ബാർകാന്തത്തിന്റെ കാന്തശക്തി സ്ഥിരമാണ്. അതേസമയം ഒരു സോളിനോയിഡ് കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രമേ ഒരു കാന്തഭാവമുള്ളൂ. സ്ഥിരമായ കാന്തശക്തി ഇല്ല. ഒരു വ്യത്യാസം. ഇനി ഇതേ കണക്ക് വേറെന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കേ. ഒരു ബാർകാന്തത്തിന് എടുത്താലേ നോർത്ത് ഇവിടെ സൗത്ത് ഇവിടെ, അത് നമുക്ക് അങ്ങോട്ട് കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാന്തിക ധ്രുവത സ്ഥിരമാണ്. ധ്രുവത നമ്മൾ പറയില്ലേ, നോർത്ത് സൗത്ത് അങ്ങനെ ധ്രുവങ്ങളാണ്. കാന്തിക ധ്രുവങ്ങൾ സ്ഥിരമാണ്. പക്ഷെ ഒരു സോളിനോയിഡിന്റെ കേസിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? നോർത്ത് സൗത്ത് സ്ഥിരമാണോ? ദിശ മാറും അല്ലേ? ധ്രുവത മാറും അല്ലേ? ധ്രുവത എങ്ങനെ ധ്രുവത മാറും? യെസ്, ഞാൻ ഈ കറണ്ടൊക്കെ റിവേഴ്സ് ചെയ്യുക, ഞാൻ നെഗറ്റീവ് ഇപ്പുറവും പോസിറ്റീവ് അപ്പുറവും കൊടുക്കുക. അപ്പൊ ഇന്ന് ധ്രുവങ്ങൾ മാറിയില്ലേ? മാറത്തില്ലേ മക്കളെ? കറണ്ടിന്റെ ദിശ മാറ്റിയാൽ നമുക്കറിയാം കാന്തിക മണ്ഡലത്തിന്റെ ദിശയും മാറുന്നു. ഇപ്പൊ ധ്രുവങ്ങൾ സ്ഥിരമാണോ? അല്ല അല്ലേ? അപ്പൊ നമുക്ക് പറയാവുന്ന അടുത്ത പോയിന്റ് ആയില്ലേ? എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഒരു ബാർകാന്തത്തെ സംബന്ധിച്ച് കാന്തിക ധ്രുവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റാൻ പറ്റില്ല. അതേസമയം ഒരു ബാർകാന്തത്തിന്റെ ധ്രുവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം അല്ലേ? കറണ്ട് മാറ്റിയാൽ, കറണ്ടിന്റെ ദിശ മാറ്റിയാൽ കാന്തിക ധ്രുവങ്ങളും മാറുന്നു. ഓക്കെ, ഇനി ഇതേപോലെ ഒന്ന് നമ്മളിവിടെ പറഞ്ഞു. നമുക്ക് ഇവിടുത്തെ കാന്തശക്തി, കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇവിടെ സോളിനോയിഡില് കൂട്ടാൻ പറ്റുമോ? എങ്ങനെ കൂട്ടാൻ പറ്റും? യെസ്, വൈദ്യുതി കൂട്ടിയാൽ കൂട്ടാം. പിന്നെയോ? പിന്നെ നമ്മൾ പറഞ്ഞല്ലോ വൈദ്യുതി കൂട്ടിയാൽ കൂട്ടാം. പിന്നെ എന്തായിരുന്നു മാർഗം ഉള്ളത്? യെസ്, ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ കൂട്ടാം. പിന്നെന്തായിരുന്നു? ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞു. പച്ചിമ്പ് യൂസ് ചെയ്താൽ കൂടും. ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു സോളിനോയിഡിന്റെ കാന്തിശക്തി കൂട്ടാൻ പറ്റും. പക്ഷെ ഒരു ബാർകാന്തത്തിന്റെ കാന്തിശക്തിയോ സ്ഥിരമാണ്. അത് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. കുറയ്ക്കാൻ പറ്റും അല്ലേ? എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക? വേണമെങ്കിൽ കുറയ്ക്കാം. അതിനെ നന്നായിട്ട് എന്ത് ചെയ്താൽ മതി? അടിച്ചാൽ മതി, ഹാമർ ചെയ്താൽ മതി.
അല്ലെങ്കിൽ തറയിൽ ഇങ്ങനെ സ്ഥിരമായിട്ടിട്ടാൽ അത് കാന്തിശക്തി കുറഞ്ഞു കുറഞ്ഞു. അല്ലെങ്കിൽ ചൂടാക്കിയാൽ എന്ത് ചെയ്യും, കാന്തിശക്തി കുറയും കേട്ടോ അതിൻ്റെ. പിന്നെ ഒരുപാട് നാളിങ്ങനെ യൂസ് ചെയ്ത് പതുക്കെ അതിൻ്റെ കാന്തിശക്തി എന്ത് ചെയ്യും, കുറഞ്ഞു തുടങ്ങും അല്ലേ. അപ്പോൾ കാന്തിശക്തി കുറയ്ക്കാനൊക്കെ പറ്റും, നമ്മൾ പർപ്പസ്ഫുള്ളി വിചാരിച്ചപ്പോൾ കുറയ്ക്കാൻ പറ്റും, അല്ലാതെ കൂട്ടാൻ നമുക്ക് സാധ്യമില്ല. അതേസമയം സോളിനോയിഡ് കാന്തിശക്തി നമുക്ക് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. ഇവിടെ നമ്മൾ കുറയ്ക്കുന്ന കാര്യമൊന്നും അങ്ങനെ പറയാറില്ല, നമ്മൾ അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു ഭാർഗന്ധത്തെ സംബന്ധിച്ച് കാന്തിശക്തി ഏകദേശം ഒരു സ്ഥിരമാണ്. അതായത് സോളിനോയിഡ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിനൊരു പട്ടിക തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നമ്മൾ നേരത്തെ കണ്ട ചിത്രം ജസ്റ്റ് താഴെ ഒരു പട്ടിക തന്നിട്ട് അതും കൂടി ഫില്ല് ചെയ്ത് ടീച്ചർ നോട്ട് ഇടാം കേട്ടോ. അപ്പോൾ നോട്ട് ടീച്ചർ മറ്റൊരു ക്ലാസ്സിലൊക്കെ ഗൂഗിൾ ക്ലാസ് റൂമിലാണ് നോട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സംബന്ധിച്ച് കുറച്ച് പേര് 10 കുറേ പേര് ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തിട്ടില്ല. അതാണൊരു ബുദ്ധിമുട്ട്. എന്തായാലും ഇനി അതിലേക്ക് സ്വിച്ച് ചെയ്യാണ് കേട്ടോ ക്ലാസ്. ഞാൻ ഇന്ന് എടുക്കാതെ ഇരുന്നത് ഇത്രയും പേരായതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുക കേട്ടോ. എന്താ നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലാക്കി ക്ലാസ് ടീച്ചറിനോടൊന്ന് പറയാം. ആവണിയാണെങ്കിൽ പ്രശ്നം പറഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റാതെ പോയാൽ